ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇതാ പരമാവധി ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതാ 2 ദിവസമായിട്ട് വീഡിയോസ് ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു മഴ കാണുന്നത്. ഭയങ്കരമായ ഇടിവെട്ടും അതുപോലെ നല്ല മഴയുണ്ട് ഇപ്പോൾ ഈ 2 ദിവസം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഫുള്ള് കറണ്ട് കട്ടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കാത്ത മഴയൊക്കെ ആയിരുന്നു കേട്ടോ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ അങ്ങനത്തെ മഴ തന്നെയാണ് ഉണ്ടായിരുന്നു. ഭയങ്കരമായ മഴ എന്ന് തന്നെ പറയാം. പിന്നെ ഞാനിതാ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോസും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയ ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സിൽ ഒത്തിരി പേര് ഞാൻ അന്ന് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുള്ളവരായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് എന്തോ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും കുഞ്ഞാറ്റയും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സനുവിനെ അവിടെ വീട്ടിലാക്കുകയാണ് ചെയ്തത്. ലോങ് ആയിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാറ്റേനെയും കൊണ്ട് പോയിട്ടൊക്കെ ആകെ ടയേർഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. കുഞ്ഞൊരു ഭാഗ്യം അതിൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയതാണ്. ഇത്തവണ ഉണ്ടായ മഴയത്തും അതുപോലെ ഇടിയൊക്കെ വെട്ടിയ കാരണം മുറ്റത്ത് നിറച്ചും കൂനുണ്ടായിട്ടുണ്ട് കേട്ടോ. രാവിലെ നീച്ചതും നമ്മുടെ ഇവിടെ വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ കൂന് കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൂന് വിരിഞ്ഞ് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് കഴിഞ്ഞ കൊല്ലം ഇവിടുന്ന് തന്നെ കൂന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏട്ടനാണ് കേട്ടോ പൊട്ടിച്ചിട്ട്. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കാണണത്. ഞാനാണെങ്കിൽ രാവിലെ തന്നെ കുമ്പളങ്ങയൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂന് കിട്ടിയപ്പോൾ നേരെ കുമ്പളങ്ങയൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി. ഈ ഒരു ഇടിവെട്ടലിൽ നമുക്ക് അത്യാവശ്യം കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ കൂന് പൊട്ടിക്കുമ്പോൾ മിണ്ടാണ്ട് പൊട്ടിക്കണം എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനിത് അവിടെ കൂന് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലത്തെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ സംസാരിക്കാണ്ട് കൂന് പൊട്ടിക്കുക, എന്നാലാണ് അടുത്ത പ്രാവശ്യം ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഞാൻ സംസാരിച്ചില്ല കേട്ടോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കണത്. അത് അന്ധവിശ്വാസമാണോ അങ്ങനെ എനിക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത്യാവശ്യം കൂന് കിട്ടിയ കാരണം എൻ്റെ വീട്ടിലേക്കും അതുപോലെ ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആകെയുള്ള വിഷമം ഏട്ടന് ഇപ്രാവശ്യം കൂന് കിട്ടിയില്ലല്ലോ. ഞാൻ കൂന് കിട്ടിയതിൻ്റെ ഫോട്ടോ ഏട്ടന് അയച്ചു കൊടുത്തപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ അത് അവിടെ വെച്ച് എന്നെ കാണിക്കണ്ട, എന്നെ കൊതിപ്പിക്കണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചപ്പോൾ കൂനൊക്കെ അങ്ങനെ 2-3 ദിവസത്തേക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് അന്ന് തന്നെ ഞാനത് വെക്കുകയാണ് ചെയ്തത്. പിന്നെന്താ കൂന് പല രീതിയിലും വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് കൂൻകറി വെക്കുക എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ പറയണേ. ഇവിടെ വീട്ടിലൊക്കെ എന്താ പറയുക ഉള്ളിയും മുളകും അങ്ങനെ അരച്ചിട്ട് വെറുതെ മീനൊക്കെ വെക്കില്ലേ, മുളകൂശം വെക്കുക എന്ന് പറയില്ലേ, അതുപോലെയൊക്കെയാണ് കേട്ടോ വെക്കുക. പിന്നെ പല സ്ഥലത്തേയും കണ്ടിട്ടുണ്ട് മല്ലിയും മുളകും വറുത്തരച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. ഞാനിതേ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി എന്താ പറയുക മസാലക്കറി അതുപോലെ ചിക്കൻ കറിയൊക്കെ ഇല്ലേ ആ വെക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കൂനിതേ ഇങ്ങനെ മസാലക്കറി പോലെ വെക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ എന്താ കൂന് എങ്ങനെ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണല്ലോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയാതെ ചോറ് ഒരു പാത്രം നിറച്ച് കഴിച്ചു പോകും. പിന്നെ അതാ ഞാനിങ്ങനെ കറി വെച്ച് ഇവിടെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഈ കൂനിലേക്ക് തക്കാളി ചേരില്ല, അതുപോലെ എന്താ ചിക്കൻ മസാല ചേരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താണോ ഇങ്ങനെ കേട്ടോ ഭയങ്കര ഇഷ്ടം തോന്നിയത്. പിന്നെ അത് ആരും വിചാരിക്കണ്ട കേട്ടോ അത് എന്താ ഈ ഒരു ചട്ടി നിറച്ച് കൂൻകറി വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ സത്യം പറഞ്ഞാൽ സാമ്പാർ പോലെ എല്ലാവരും എടുത്ത് കഴിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കൂൻകറി മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എത്ര കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. കറി ആയപ്പോഴേക്കും സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ. 10 മണി ആയപ്പോഴേക്കും ഞാൻ ചോറും കൂൻകറിയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ആ ഒരു ചട്ടി കൂൻകറി എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ പകുതിയോളം ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് കറി എടുത്തതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ ലാസ്റ്റ്. ഇന്നത്തെ ഭക്ഷണം അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞത് അറിഞ്ഞില്ല. അത്രയും ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് വായിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ.